ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആവാൻ വേണ്ടി ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതായത് സൈക്കോളജി സ്റ്റുഡൻസ്, നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് എന്നുള്ളത്. പക്ഷേ സൈക്കോളജി സ്റ്റുഡൻസിന് വേണ്ടി മാത്രമല്ല, വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും ധാരണ ഉണ്ട്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ChatGPT ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇൻഫോർമേഷൻസ് തരുന്നത് കൊണ്ട് എല്ലാവർക്കും സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടാവും അല്ലേ. എന്നാലും നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടാവും. അതായത് സിംറ്റംസിനെ പറ്റിയിട്ടൊന്നും നമുക്ക് അധികം അങ്ങനെ അറിയുന്നുണ്ടാവില്ല. ഇപ്പം എല്ലാവർക്കും കോമൺ ആയിട്ട് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡിസോർഡേഴ്സിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ADHD ആണ്. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരാണ് ADHD എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പോൾ ഈ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ എന്നല്ല, ഈ വീഡിയോയിൽ എല്ലാം പറഞ്ഞു തീരില്ല. ഞാൻ ഇന്ന് ആങ്സൈറ്റി ഡിസോർഡറിനെ പറ്റിയിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആങ്സൈറ്റി ഡിസോർഡർ മൂന്നെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്, പാനിക് ഡിസോർഡർ ഉണ്ട്, സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്. ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ആണ് ഫസ്റ്റ് വൺ. ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് എക്സസീവ് ആയിട്ടുള്ള ഒരു വറിയും ടെൻഷനും. ഡെയിലി നമുക്ക് ഭയങ്കര ടെൻഷൻ, ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ വരിക, ഭയങ്കരമായിട്ട് ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കര വറി ചെയ്യുക. അപ്പോൾ എന്താ പറയുക, നെഗറ്റീവ് തോട്ട്സ് ഒക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരിക എന്ന് പറയില്ലേ. ഇന്നും നമുക്ക് ടെൻഷനാണ്, ഇന്നും ചെറിയ കാര്യങ്ങൾ വറി ചെയ്യാണ് എന്നുള്ളതാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിൽ വരുന്നത്. ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ എക്സസീവ് ആയിട്ടുള്ള വറി ഉണ്ടാവും. ഇതാണ് ഇമോഷണൽ ആയിട്ടുള്ള ഇതിൻ്റെ സിംറ്റംസ്. പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫിയറിനെയാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ പാൽപിറ്റേഷൻസ്, അതായത് റാപ്പിഡായിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുക, ഒരു ചെസ്റ്റ് പെയിൻ തോന്നുക, ഭയങ്കര ഡിസ്കംഫർട്ട് തോന്നുക, ഇറിറ്റബിലിറ്റി തോന്നുക, സെയിം ആയിട്ടുള്ള ആ സ്വെറ്റിങ് തോന്നുക, പെട്ടെന്ന് മസിലൊക്കെ ടൈറ്റ് ആവുന്നത് പോലെ, ഷോൾഡർ ആണെങ്കിലും നമ്മുടെ ബാക്ക് ഈ നെക്കിൻ്റെ ഏരിയ ആണെങ്കിലൊക്കെ ഭയങ്കര ഒരു ടൈറ്റ്നെസ് ഒക്കെ തോന്നുക, അതാണ് പാനിക് അറ്റാക്കിൻ്റെ സിംറ്റംസ്. ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് മാസത്തിൽ ഒന്നോ അതിൽ കൂടുതലോ വന്നാലാണ് ഇതിന് പാനിക് അറ്റാക്ക് എന്നുള്ള ഒരു നമ്മുടെ ഡയഗ്നോസിസിൽ എത്താനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയ പോയിന്റ് എന്ന് പറയുന്നത് ഫീലിംഗ് ഓഫ് ഡൈയിങ് ഉണ്ടാവും. നമ്മൾ മരിച്ചു പോകുമോ എന്നുള്ളൊരു തോന്നൽ. പിന്നെ അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോവുമോ എന്നുള്ള ആ ഒരു പേടി ഉണ്ടാവും. ലാസ്റ്റ് വരുന്നത് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ആണ്. സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഒരുപാട് ആൾക്കാർക്ക് കോമൺ ആയിട്ട് ഉണ്ടാവുന്നതാണ്. പക്ഷേ അത് എക്സ്ട്രീം ലെവലിൽ പോകുമ്പോഴാണ് ഡിസോർഡർ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് കിടക്കുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുക എന്നുള്ള കാര്യം, കുറേ ആൾക്കാരായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ കോമൺലി എല്ലാവർക്കും ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ചിലർക്ക് ഇല്ലാതിരിക്കാം, എന്നാലും കുറേ പേർക്കൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇത് എക്സസീവായിട്ട് വരുമ്പോഴാണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് ആൾക്കാർ നമ്മളെ നെഗറ്റീവ്ലി ജഡ്ജ് ചെയ്യുമോ, നമ്മളെന്തെങ്കിലും പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമായി പോവോ, അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ട് വരിക എന്നുള്ളതാണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിൽ വരുന്നത്. അപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ കുറച്ച് സിംറ്റംസ് പറയാനാണെങ്കിൽ പാൽപിറ്റേഷൻ ഉണ്ട്, സ്വെറ്റിംഗ് ഉണ്ട്. അത് നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറേ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് വിറക്കലുണ്ടാവും, സ്വെറ്റിംഗ് ഉണ്ടാവും, ഹാർട്ട് ബീറ്റ് നമുക്ക് തന്നെ കേൾക്കുന്ന പോലെ തോന്നും. പിന്നെ ഡ്രൈനെസ്, ഭയങ്കരമായിട്ട് വരണ്ട പോലെ ഉണ്ടാവും. അതൊക്കെയാണ് സിംറ്റംസ് വരുന്നത്. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷൻ പറയാനാണെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കാനോ എന്തെങ്കിലും കുടിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതുപോലെ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. ഏതാ സംസാരിക്കേണ്ടത് എന്നൊക്കെ അറിയാത്ത ആ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഉള്ളത്. ഈ ആങ്സൈറ്റി ഡിസോർഡറിൽ മെയിനായിട്ട് സൈക്കോളജിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് CBT ആണ്, അതായത് കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. അതുപോലെ തന്നെ എക്സ്പോഷർ തെറാപ്പിയും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ഇതൊക്കെ എക്സസീവ് ആവുകയാണെങ്കിൽ എന്തായാലും മെഡിക്കേഷൻസിൻ്റെ ഹെൽപ്പ് എന്തായാലും എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം, നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ സന്തോഷം. ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇത്ര നേരം നിങ്ങൾ കണ്ടിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.